Hi students, welcome to the lecture. Today we will be dealing with classical theory of economic development and this is a requested video. If you have any lectures to be taken, please kindly comment in the comment section below. So without much delay, let's move on to the topic. The classical economist had explained the growth process in terms of rate of technological progress and population growth. അതായത് നമ്മുടെ ജനസംഖ്യയുടെ വർധനവ് അനുസരിച്ചും അതുപോലെ തന്നെ ടെക്നോളജിയുടെ വളർച്ച അനുസരിച്ചുമാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ഗ്രോത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഓക്കെ, അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് ടെക്നോളജിക്കൽ പ്രോഗ്രസ് റിമൈൻസ് ഇൻ ലീഡ്, അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് റിമൈൻസ് ഹൈ ഫോർ സം ടൈം but it finally disappears when the falling rate of profit prevents further accumulation of capital. അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് കുറച്ചു കാലം കൂടി നീണ്ടു നിൽക്കും, അതുപോലെ തന്നെ അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഡിസപ്പിയർ ചെയ്യും. That will happen when the final falling rate of profits prevents further accumulation of capital. അതായത് പ്രോഫിറ്റ്സ് ഇല്ലാതെയാവുക അല്ലെങ്കിൽ പ്രോഫിറ്റ്സിന്റെ റേറ്റ് കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഫർദർ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ നടക്കാതെ വരും. ആ ഒരു ടൈമിൽ എന്ത് സംഭവിക്കും? ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇല്ലാതാവും അല്ലെങ്കിൽ ഡിസപ്പിയർ ആകും എന്നുള്ളതാണ് അവരുടെ ഒപ്പീനിയൻ. It is at this stage that the economy slumps down into stagnation. അതായത് ഇങ്ങനെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇല്ലാതെയായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഫോളിംഗ് റേറ്റ്സ് ഓഫ് പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നു, ക്യാപിറ്റൽ അക്യുമുലേഷൻ കുറയുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എക്കോണമി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? സ്റ്റാഗ്നേഷനിലോട്ടേക്ക് മൂവ് ചെയ്യും. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ഒരു എക്കോണമി ഒരു സ്റ്റാഗ്നന്റ് റേറ്റിലായിരിക്കും. ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതും വളരെ കൂടുതലാവുന്ന ഒരു കേസാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then in broad way classical theory of economic development may be stated as: suppose an expected increase in profits brings about an increase in investment which adds to existing stock of capital and to the steady flow of improved techniques. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത് എന്തിന് കാരണമാകും? ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റിന് കാരണമാകും. ഓക്കെ, ദാറ്റ് വിൽ ലീഡ് ടു എന്താണ്? എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിനെ കൂട്ടുവാണ്. അതായത് അത് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലോട്ടേക്ക് വീണ്ടും ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ്? ഇൻക്രീസ് ഇൻ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ and it will also lead to steady flow of improved techniques. So meanwhile അപ്പോൾ അത് എന്തിനു കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും? ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സിനും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു കേസാണ് ക്ലാസിക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാകുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ്സ് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും പിന്നീട് ഇംപ്രൂവ്ഡ് ടെക്നിക്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ റൈസ് ദ വേജ് ഫണ്ട്. അപ്പൊ ഇങ്ങനെ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് വേജ് ഫണ്ട് ഇൻക്രീസ് ചെയ്യുവാനായിട്ട് കാരണമാകുന്നു. ഹയർ വേജ് ഇൻഡ്യൂസസ് ആൻഡ് ആക്സിലറേറ്റഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പം കൂടുതലായിട്ട് ജനങ്ങൾക്ക് വേജസ് കിട്ടുന്നതോടുകൂടി അവർ കൂടുതൽ എക്യുപ്ഡ് ആവുകയാണ്. അങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. which causes the demand for the food to rise. അപ്പോൾ എന്താ സംഭവിക്കാം? അപ്പോൾ പോപ്പുലേഷൻ ഇങ്ങനെ കൂടുവാണ്. കൂടി കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഹ്യൂജ് പോപ്പുലേഷനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഫുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. സോ ഫുഡ് പ്രൊഡക്ഷൻ ഈസ് റൈസ്ഡ് ബൈ എംപ്ലോയിങ് അഡീഷണൽ ലേബർ. അപ്പോൾ കൂടുതൽ ഫുഡ് ജനങ്ങളിലോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് വർക്കേഴ്സിനെ ആഡ് ചെയ്യണം. സോ ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ദ ലേബർ ആൻഡ് ഓൾസോ ഇൻ ക്യാപിറ്റൽ. But diminishing returns to land bring about rise in labor cost and as a result the price of corn goes up. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഡിമിനിഷിങ് റിട്ടേൺസ് ആണ്. ലാൻഡിൽ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഡിമിനിഷിങ് റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുന്നത്. അത് മാത്രമല്ല ലേബർ കോസ്റ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ പ്രൈസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗുഡ് അല്ലെങ്കിൽ ഫുഡിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും കൂടുകയുമാണ് ചെയ്യുന്നത്. സോ ഇതാണ് ബ്രോഡ് വേയിൽ ക്ലാസിക്കൽ തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മുടെ പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാണ്, അതിനുശേഷം എന്താണ്? അത് ഇൻവെസ്റ്റ്മെന്റ്സിലോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം അത് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുന്നു, വീണ്ടും ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകുന്നു, അത് വീണ്ടും വേജുകളെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. കൂടുതൽ വേജ് ഉണ്ടാകുമ്പോൾ കൂടുതൽ പോപ്പുലേഷൻ വരുന്നു, പോപ്പുലേഷൻ കൂടുമ്പോൾ ഫുഡിന്റെ ഡിമാൻഡ് കൂടുന്നു, അങ്ങനെ വരുമ്പോൾ കൂടുതൽ ലേബർ ആവശ്യമായിട്ട് വരുന്നു. പക്ഷേ ലാൻഡിന്റെ
അവൈലബിലിറ്റി അല്ലെങ്കിൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഡിമിനിഷിംഗ് റിട്ടേൺസ് ആകുന്നു. അങ്ങനെ വരുമ്പോൾ വീണ്ടും ലേബറിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയും തുടർന്ന് ഉണ്ടാകുന്ന ഫുഡ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുകയുമാണ് ചെയ്യുന്നത്. സോ ഇതാണ് ബ്രോഡ് വേയിൽ ക്ലാസിക്കൽ തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. In turn, rent increases, wage rises and thereby reducing profits. അപ്പോൾ ഇത്രയും സംഭവിച്ചു അല്ലേ? ഫുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താണ്, റെന്റ്സ് ഇൻക്രീസ് ചെയ്യും, വേജസ് ഇൻക്രീസ് ചെയ്യും, അങ്ങനെ പ്രോഫിറ്റ്സ് വീണ്ടും കുറയും. ഓക്കെ, അപ്പോൾ ഇതൊരു സൈക്ലിക്കൽ പാറ്റേണിലോട്ടേക്ക് പോയി. Reduction in profits implies reduction in investment, retarded technological progress, diminution of wage fund and slowing down of population growth and capital accumulation. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റെന്റ് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ഫുഡിന്റെ പ്രൈസ് അല്ലെങ്കിൽ ലാൻഡിന്റെ ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് വേജ് ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഫുഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ റെന്റ് ഇൻക്രീസ് ആവുകയാണ്, പിന്നീട് വേജ് വീണ്ടും കൂടുന്നു, അതുപോലെ തന്നെ പ്രോഫിറ്റ്സ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ ഇതൊരു സൈക്ലിക്കൽ പാറ്റേണിലോട്ടേക്ക് പോയി. അപ്പോൾ ഈ പ്രോഫിറ്റ്സ് റിഡക്ഷൻ കൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ദെയർ വിൽ ബി റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെന്റ്, there will be retardation of technology, then there will be diminution of wage fund and then population growthും പതിയെ പതിയെ കുറയുവാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നതും കുറയും. അതായത് നേരത്തെ ഇൻക്രീസ് ചെയ്തിരുന്ന പല കാര്യങ്ങളും വീണ്ടും ഈ സൈക്ലിക്കൽ ഫ്ലോയിൽ ഡിക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻ ദ ക്ലാസിക്കൽ മോഡൽ ദ എൻഡ് റിസൾട്ട് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ് ഈസ് സ്റ്റാഗ്നേഷൻ. അപ്പോൾ ഈ ക്ലാസിക്കൽ മോഡലിൽ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാഗ്നേഷൻ ആണ്. അതായത് unemployment plus inflation ആയിരിക്കും വന്നിരിക്കുന്നത്. Okay, the stagnation resulted from the natural tendency of profits to fall and consequently chopping off capital accumulation. When this happens, capital accumulation stops, population becomes constant and stationary state sets in. സോ ഈ സ്റ്റാഗ്നേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ്, പ്രോഫിറ്റ്സ് ഫോൾ ചെയ്യുകയാണ്, ക്യാപിറ്റൽ അക്യുമുലേഷൻ കുറയുകയാണ്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ആവും, പോപ്പുലേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് മാറും, അങ്ങനെ ഇക്കോണമി ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിലോട്ടേക്ക് മൂവ് ചെയ്യും. ഇതാണ് ജസ്റ്റ് ഒരു ഐഡിയ, എന്താണ് ക്ലാസിക്കൽ തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ. നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. The basic proportions of classical theory of growth can be explained in terms of mathematical equation and this makes the model brief, simple and easy. So നമ്മളിപ്പോൾ കുറച്ച് മുൻപ് പറഞ്ഞത് കുറച്ച് ഡൈജസ്റ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട്, കുറച്ചും കൂടി എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. സോ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് 7 പ്രപ്പോസിഷൻസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The total output of an economy depends upon the size of labor, the stock of capital, the amount of available natural resources and available technology. So എന്താണ്, ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം ഒരു ഇക്കോണമിയിൽ എന്നുണ്ടെങ്കിൽ അത് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ലേബറിന്റെ സൈസിനെ, അതേപോലെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി, ടെക്നോളജിയുടെ അവൈലബിലിറ്റി. സോ ഇതൊക്കെയാണ് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മളിവിടെ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, thus it expresses a functional relationship between dependent and independent values. So dependent valuesഉം independent valuesഉം തമ്മിൽ ഉള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും Q എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡിപ്പെൻഡന്റ് ആണ്. ബാക്കി ഇവിടെയുള്ള KLNT എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ, ഇനി Q എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോട്ടൽ ഔട്ട്പുട്ട് ആണ് എന്തെന്ന് പറയുന്നത് Q എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. L എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സൈസ് ഓഫ് ലേബർ ആണ്. K എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ്. N എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എമൗണ്ട് ഓഫ് അവൈലബിൾ നാച്ചുറൽ റിസോഴ്സസ് ആണ്. അതുപോലെ T എന്ന് പറഞ്ഞിരിക്കുന്നത് അവൈലബിൾ ടെക്നോളജി ആണ്. സോ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് എൻ ഇക്കോണമി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ലേബർ, the stock of capital, the amount of available natural resources and available technology. ഈ F കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് as the function of labor, capital, natural resources and technology. ഇങ്ങനെയാണ് നമ്മൾ ഇത് വായിക്കുന്നത് കേട്ടോ. Then moving on, നമ്മൾ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. L എന്ന് പറഞ്ഞിരിക്കുന്നത് സൈസ് ഓഫ് ലേബർ, K എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, N എന്ന് പറഞ്ഞിരിക്കുന്നത് എമൗണ്ട് ഓഫ് അവൈലബിൾ നാച്ചുറൽ റിസോഴ്സസ്, T ഈസ് ഈക്വൽ ടു ടെക്നോളജി. ഇനി നാച്ചുറൽ റിസോഴ്സസ് N എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആണ്. because it cannot be increased quantitatively. Quantitatively നമുക്ക് ഒരിക്കലും
എണ്ണിനെ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളതിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അതിന്റെ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ടെക്നോളജി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവൈലബിൾ നാച്ചുറൽ റിസോഴ്സസിന്റെ ക്വാളിറ്റിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ ടോട്ടൽ ഔട്ട്പുട്ട് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ലേബർ ഫോഴ്സ്, സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തിനൊക്കെയാണ്? ലേബർ ഫോഴ്സിനെയും സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിനെയും ടെക്നോളജിനെയുമാണ്. ഇനി പ്രപ്പോസിഷൻ 2 എന്താണെന്ന് നോക്കാം. The technological progress depends upon investment. Technological progress depends upon investment. That അതിന്റെ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. T is a function of investment. Okay. That is technology depends upon the size of investment. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ സൈസ് അനുസരിച്ചായിരിക്കും ടെക്നോളജി. ഓക്കെ. അതായത് why classical economists stressed on capital accumulation and savings rather than technological progress. That is why ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ കൂടുതലായിട്ട് ക്യാപിറ്റൽ അക്യുമുലേഷനെയും സേവിങ്സിനെയുമാണ് സ്ട്രെസ് ചെയ്തത് റാദർ ദാൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. കാരണം എന്താണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് പ്രപ്പോസിഷൻ നമ്പർ 2. അപ്പോൾ പ്രപ്പോസിഷൻ നമ്പർ 1ഉം പ്രപ്പോസിഷൻ നമ്പർ 2ഉം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി പ്രപ്പോസിഷൻ നമ്പർ 3 എന്താണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോഫിറ്റ്സ്. സോ നമ്മുടെ മൂന്നാമത്തെ പ്രപ്പോസിഷൻ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്സ് പ്രോഫിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. It is true that investment depends upon profits. The capitalist will make investments only if it is profitable. നമുക്ക് ഏത് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അവർ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഉള്ളിടത്ത് മാത്രമേ ക്യാപിറ്റലിസ്റ്റുകൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തത്തുള്ളൂ. ഹിയർ ദ ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ദ നെറ്റ് അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലോട്ടേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സെന്റൻസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസിഷനെ ഇവിടെ ഫങ്ഷണൽ ഫോമിൽ എഴുതിയിരിക്കുന്നതാണ് ഇത്. ഓക്കെ. ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോഫിറ്റ്സ്. ഓക്കെ. അപ്പൊ അതായത് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നെറ്റ് അഡീഷൻ ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. അതാണ് കെ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോഫിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നെറ്റ് അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് ഇൻ കെ എന്ന് അല്ലെങ്കിൽ ഡെൽറ്റ കെ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ടു പ്രപ്പോസിഷൻ നമ്പർ 4. ഇനി പ്രോഫിറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലേബർ സപ്ലൈ ആൻഡ് ലെവൽ ഓഫ് ടെക്നോളജി. ഓക്കെ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ടെക്നോളജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു. ഇനി നമ്മൾ പ്രോഫിറ്റ്സ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോക്കുകയാണ്. എന്തിനൊക്കെയാണ്? ലേബർ സപ്ലൈനെയും ടെക്നോളജിയുടെ ലെവലിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്, പ്രോഫിറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ സപ്ലൈ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. The application of improved technology in agriculture can raise productivity and hence profits. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലേബർ സപ്ലൈയുടെയും ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെയും ഫംഗ്ഷൻ ആണ് എന്നും അതുപോലെ തന്നെ ഒരു ഇംപ്രൂവ്ഡ് ടെക്നോളജി അഗ്രികൾച്ചറിലൊക്കെ യൂസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടുവാനും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ്. Thus, profits are not only influenced by the level of technology but by labor force as well. സോ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ടെക്നോളജീനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ലേബർ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അതിന്റെ ഫംഗ്ഷണൽ ഫോം എഴുതിയിട്ടുണ്ട്. ആർ ഈസ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ലേബർ ഫോഴ്സ്. ഇവിടെ ടി എന്ന് കാണിച്ചിരിക്കുന്ന ടെക്നോളജിയാണ്, ലെവൽ ഓഫ് ടെക്നോളജി. എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ലേബർ ഫോഴ്സിനെയുമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് ഓൾറെഡി അറിയാം ദ ലെവൽ ഓഫ് ടെക്നോളജി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെ, ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോഫിറ്റ്സ്. സോ പ്രോഫിറ്റ്സ് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെവൽ ഓഫ് ടെക്നോളജി. സോ അത് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ടി ഈസ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ലെവൽ ഓഫ് ടെക്നോളജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? ലെവൽ ഓഫ് ടെക്നോളജി ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്സ് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ലെവൽ ഓഫ് ടെക്നോളജി. സോ ഈ ഒരു ഇന്റർ ഡിപ്പെൻഡൻസിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ടി ഈസ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. അതുപോലെ തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം? ഈ ടി എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് പ്രോഫിറ്റ്സ്, ടെക്നോളജി ആൻഡ് ലേബർ ഫോഴ്സ്.
The crux of the circular argument is that technological progress is vital for economic development. So ഇത്രയും നേരം നമ്മൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അതിൽ ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എക്കണോമിക് ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദ ഫിഫ്ത്ത് പ്രപ്പോസിഷൻ, the size of labor force depends upon the size of wage fund. ഓക്കെ, അപ്പൊ ലേബർ ഫോഴ്സിന്റെ സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? വേജ് ഫണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദ പ്രപ്പോസിഷൻ എക്സ്പ്ലെയിൻസ് ദ അയൺ ലോ ഓഫ് വേജസ്. ഇഫ് ദ വേജ് ഫണ്ട് ഈസ് റേസ്ഡ്, ദ സൈസ് ഓഫ് ലേബർ ഫോഴ്സ് വിൽ ബി ലാർജ് ആൻഡ് വൈസ് വേഴ്സ. സോ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലേബർ ഫോഴ്സ് കൂടുവാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? വേജ് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലേബർ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പീപ്പിൾ ഇൻ പാസ്റ്റ് ഡിഡ് നോട്ട് വിഷ്വലൈസ് ദാറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് കുഡ് അഡ്വേഴ്സ്ലി എഫക്ട് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പം പാസ്റ്റിൽ ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പഴയ കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ വിചാരിച്ചിരുന്നില്ല പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് അത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ എഫക്ട് ചെയ്യും, അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും എന്ന് അവർ വിചാരിച്ചിരുന്നില്ല. ആ ഒരു സർക്കംസ്റ്റൻസിൽ classical theory of population establishes a relation between size of labor and wage fund. അതാണ് നമ്മൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഫങ്ഷണൽ ഫോം. labor is equal to the function of wage fund. ഓക്കെ, അതിൽ W എന്ന് പറഞ്ഞിരിക്കുന്നത് വേജ് ഫണ്ട് ആണ്, L എന്ന് പറഞ്ഞിരിക്കുന്നത് സൈസ് ഓഫ് ലേബർ ഫോഴ്സ് ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then moving on to the sixth proposition, the size of labor force depends upon the level of investment. സോ ലേബർ ഫോഴ്സിന്റെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇൻവെസ്റ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ബിലീവ് ദാറ്റ് വേജ് ഫണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സേവിങ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദീസ് സേവിങ്സ് ഫൈൻഡ് ദെയർ വേ ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഇവിടെ എന്താണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത്? വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റലിസ്റ്റുകളുടെ കയ്യിലുള്ള സേവിങ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റിലോട്ടേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആകുന്നു എന്നൊരു കാര്യമാണ് അവരവിടെ ബിലീവ് ചെയ്തിരുന്നത്. സോ വേജ് ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്നു. ഓർ ഇൻവെസ്റ്റ്മെന്റ് ഡിറ്റർമൈൻസ് ദ സൈസ് ഓഫ് വേജ് ഫണ്ട്. അതിന്റെ ഒരു ഫങ്ഷണൽ ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേജ് ഫണ്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇതിൽ ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. W എന്ന് പറഞ്ഞിരിക്കുന്നത് വേജ് ഫണ്ട് ആണ്. ഓക്കെ, then moving on to the seventh proposition or the closing equation. There are 6 equation having 7 variables. നമ്മളിപ്പം 6 പ്രപ്പോസിഷൻസ് കണ്ടു, അതും 6ഉം ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസിനകത്ത് 7 വേരിയബിൾസ് നമ്മൾ കണ്ടു. സോ their value cannot be determined. ഇവരുടെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. The system determines when the number of unknowns is equal to the number of equations and the operational function is of form Q is equal to R plus W. Closing equation ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Q is equal to R plus W. ഇവിടെ Q എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് ആണ്. R എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ്സ് ആണ്. W എന്ന് പറഞ്ഞിരിക്കുന്നത് വേജസ് ആണ്. അതായത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ്സിന്റെയും വേജസിന്റെയും സമ്മാണ്. Q എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് ആണ്. R എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ്സ് ആണ്. W എന്ന് പറഞ്ഞിരിക്കുന്നത് വേജസ് ആണ്. സോ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ്സിന്റെയും വേജസിന്റെയും സമ്മാണ്. സോ സെവൻത് ഇക്വേഷൻ ഓഫ് ക്ലാസിക്കൽ തിയറി ആർ ആസ് അണ്ടർ. സോ സെവൻത് ഇക്വേഷനിലോട്ടേക്ക് നമ്മൾ പോവാണ്. ദ സെവൻത് ഇക്വേഷൻ ഓഫ് ക്ലാസിക്കൽ തിയറി ഈസ് അണ്ടർ. നമുക്കിവിടെ നോക്കാം. Q എന്ന് പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ ഓഫ് ലേബർ ക്യാപിറ്റൽ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് പ്രപ്പോസിഷൻ ആണ് അത്. അതിനുശേഷം നമ്മൾ ടെക്നോളജീനെ ഫംഗ്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെറ്റ് അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ദ സൈസ് ഓഫ് ലേബർ എന്ന് പറഞ്ഞു. ആൻഡ് ദ സൈസ് ഓഫ് ലേബർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് വേജ് ഫണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. വേജ് ഫണ്ട് ഇൻ ടേൺ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ക്യൂവിന്ന് ഉള്ള ടോട്ടൽ ഔട്ട്പുട്ടിനെ എന്തിലോട്ടേക്ക് ചുരുക്കുവാണ്? റേറ്റ് ഓഫ് പ്രോഫിറ്റ്സും വേജ് ഫണ്ടിന്റെയും സമ്മാണ് ടോട്ടൽ ഔട്ട്പുട്ട് എന്നുള്ളത്. സോ ഇത്രയുമാണ് ക്ലോസിംഗ് ഇക്വേഷൻ അല്ലെങ്കിൽ 7 equations of classical theory, and this is very important and this is a theory of economic development. ഇനി നമുക്ക് ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിനെ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം നോക്കാം. The economic development implies in the level of output. അപ്പോൾ economic development അവരെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ടിന്റെ ലെവലിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. The increase is possibly due to the application of improved technology. Okay, and the level of investment will also depending upon the
ഇംപ്രൂവ് ടെക്നോളജി. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എക്കണോമിക് ഡെവലപ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഇൻക്രീസ് പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്? ടെക്നോളജി കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഇൻവെസ്റ്റ്മെന്റിനും ഡിപ്പെൻഡ് ചെയ്യുന്നു. The investment is determined by the level of profit. So investment ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിനെ ബേസ് ചെയ്താണ്. The level of profits will be determined by the size of wage fund. സോ പ്രോഫിറ്റ്സിന്റെ ലെവൽ വേജ് ഫണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വേജ് ഫണ്ട് ലേബർ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് വിൽ നെസസിറ്റേറ്റ് ദ ഡിസ്കവറി ഓഫ് ന്യൂ സയന്റിഫിക് ഇൻവെൻഷൻസ് ഫോർ റേസിംഗ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. സോ അങ്ങനെ കൂടുതലായിട്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? പുതിയ സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസ് വരികയും വീണ്ടും ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇൻ ദ ക്ലാസിക്കൽ മോഡൽ the end result of development activity is stationary state. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ക്ലാസിക്കൽ മോഡലിൽ ഡെവലപ്മെന്റിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. Then the stationary state in the opinion of classicalists was essentially a concept of mature economy. ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ് ഒരു എക്കോണമിയിൽ വരിക എന്നതുകൊണ്ട് ക്ലാസിക്കൽസ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്ന ഒരു മെച്യൂർ എക്കോണമിയിലോട്ടേക്ക് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. And thus it should not be interpreted as something categorized by underdevelopment. So underdevelopment എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാറ്റഗറിയിലേക്ക് അവരെ ഇന്റർപ്രറ്റ് ചെയ്യാതിരിക്കുക. ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ക്ലാസിക്കൽ മോഡൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഇസ് ദ ക്രക്സ് ഓഫ് classical theory of economic development. So if you have any doubts regarding the topic, please kindly comment in the comment section. So if you are enjoying the lessons, if you find the channel useful, please like, share and comment. Enjoy learning. God bless you all. Thank you.